ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ തജ്വീദിലെ 2ാം പാഠമാണ് ഇന്ന് നമ്മുടെ ടോപ്പ് പ്ലസ് ചാനലിൽ പ്രതിപാദിക്കുന്നത്. 2ാമത്തെ പാഠം ഒന്ന് വായിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. സിഫാത്തുൽ ഹുറൂഫി, അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന്, മഖ്റജ് എന്നാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഉത്ഭവസ്ഥാനം, പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത്. ചില സിഫത്തുകൾ മാറുന്നതുകൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഒരേ മഖ്റജിൽ നിന്നാണ് ത്വാഉം താഉം അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത്. സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത്. 5ഉം 6ഉം 7ഉം സിഫത്തുകൾ ഉള്ള ഹർഫുകൾ ഉണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ പാഠം. ഈ പാഠത്തിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഒന്നാമത് സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന് എന്നാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്, അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം, എന്ത് പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്? അപ്പോൾ ഉത്തരം എഴുതേണ്ടത്, സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. പിന്നെ അടുത്ത ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് അക്ഷരങ്ങൾ വേർതിരിയുന്നത്? അപ്പോൾ ഉത്തരം എഴുതേണ്ടത്, സിഫത്തുകൾ കൊണ്ടാണ് അക്ഷരം വേർതിരിയുന്നത് എന്ന് എഴുതുക. പിന്നെ അടുത്ത ചോദ്യം പൂരിപ്പിക്കാനാണ് വരിക. ചില സിഫത്തുകൾ ഡാഷ് ഡാഷ് ശരിയാവാതെ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ 1ാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് വരി, ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഇനി 2ാമത്തെ പാരഗ്രാഫിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്, ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ത്വാ, താ, അതുപോലെ സ്വാദ്, സീന് എന്നിവയാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ വേറൊരു ചോദ്യം ഉണ്ടാകും, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വേർതിരിയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതേണ്ടത്, സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് എന്ന് എഴുതുക. പിന്നെ വീണ്ടും പൂരിപ്പിക്കാനുണ്ടാകും, 5ഉം 6ഉം ഡാഷ് കൂടുതലുള്ളതോ ഇല്ല. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്, അവസാനത്തെ ആ വരി ഉണ്ടല്ലോ, അത് 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. അങ്ങനെ ഉത്തരം എഴുതുക. ഇനി നമുക്ക് തദ്രീബാത്ത് ഒന്ന് പരിചയപ്പെടാം. ഉത്തരം എഴുതാം. സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിനെ? അപ്പോൾ നിങ്ങൾ ആ മുകളിൽ പറഞ്ഞുണ്ടല്ലോ, അക്ഷരങ്ങൾ അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അതെ. 2ാമത്തെ ചോദ്യം, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? ഉത്തരം എഴുതുന്നത്, സിഫത്തുകൾ പാലിക്കണം.
മൂന്നാമത്തെ ചോദ്യം, ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഉത്തരം എഴുതേണ്ടത് സിഫത്തുകൾ കൊണ്ടാണ് അവ വ്യത്യസ്തമാകുന്നത് എന്ന് എഴുതും. ഇനി രണ്ടാമത്തത് വ്യക്തമാക്കാം എന്നാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര? അപ്പോൾ ഉത്തരം എഴുതേണ്ടത് 5 എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്തുണ്ടാകും? അപ്പോൾ ഞങ്ങൾ ഉത്തരം എഴുതേണ്ടത് 7 എന്നാണ്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്താ? പൂർത്തിയാക്കാം അഥവാ പൂരിപ്പിക്കാം. ഒന്നെന്താണ്? ചില സിഫത്തുകൾ മാ ഡാഷ് യാവാതെ വരികയും ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഈ രണ്ടാമത്തെ പൂരിപ്പിക്കല്ലാതെ 5-ൽ ഡാഷ് ഇല്ല. അപ്പോൾ ആ പാഠത്തിലെ ലാസ്റ്റ് വരിയിൽ 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ പാഠത്തിൽ നിന്നും വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നേടി പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.